പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ഡിഫറെൻറ്റ് ഫോംസ് ആൻഡ് ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിലെ വിവിധ തരം ടെക്നിക്സുകളെ കുറിച്ചാണ്, ഫോംസിനെ കുറിച്ചും അതേപോലെ ടെക്നിക്സുകളെ കുറിച്ചുമാണ് നാം ഈ യൂണിറ്റിൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഈ യൂണിറ്റിൽ നാം മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് റീക്യാപ്പും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. റീക്യാപ്പിൽ ആദ്യം പറയുന്നത് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. വിനിമയത്തിൻ്റെ ആശയവിനിമയത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? വെർബൽ, നോൺ വെർബൽ, വാചികവും അവാചികവും. വാചികം എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെയുള്ളത്, അവാചികം എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ അല്ലാത്തത്. ഫോർമൽ, ഇൻഫോർമൽ, ഔപചാരികം, അനൗപചാരികം. അടുത്തത് ഇൻ്റർപേഴ്സണൽ, ഡയാഡിക്. ഇൻ്റർപേഴ്സണൽ സ്വയം നടത്തുന്ന വിനിമയമാണ് ഇൻ്റർപേഴ്സണൽ. അപ്പോൾ അതേപോലെ ഡയാഡിക് രണ്ടുപേർ തമ്മിലുള്ള വിനിമയം. ടെക്നിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത പറയുന്നത് ആശയവിനിമയത്തിനുള്ള സാങ്കേതിക വിദ്യകളെക്കുറിച്ചാണ്. അടുത്ത ഡെവലപ്മെൻറ്റ്, ക്യൂരിയോസിറ്റി, ജിജ്ഞാസ വളർത്തുക. ഡിസ്പ്ലേ, എൻത്യൂസിയാസം, ആവേശം, താല്പര്യം പ്രകടിപ്പിക്കുക. എമ്പതി, സഹാനുഭൂതി. ഹോണസ്റ്റി, സത്യസന്ധത. ഹ്യൂമർ, നർമ്മബോധം. പോസിറ്റിവിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ, വിനിമയത്തിലെ പോസിറ്റീവ് മനോഭാവം. ക്ലാരിറ്റി, വ്യക്തത. ചോയ്സ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്. അടുത്തായി നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ രണ്ട് തരം വിനിമയങ്ങൾ ഏതെല്ലാം എന്നാണ്. വെർബൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സംസാരിച്ചു കൊണ്ടിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. വാക്കാലുള്ള വെർബാലുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഏതൊക്കെയാണ്? ഓറൽ ആൻഡ് റിട്ടൺ. അത് വാക്കാലുള്ളതും എഴുത്താലുള്ളതും എഴുതപ്പെട്ടതും. രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി പാർട്ടിസിപ്പൻസ് വുഡ് ഡയാഡിക് കമ്മ്യൂണിക്കേഷൻ ഹാവ്? ഡയാഡിക് വിനിമയത്തിൽ കമ്മ്യൂണിക്കേഷനിൽ എത്ര പങ്കാളികൾ ഉണ്ടാകും? ആൻസർ 2, 2 പേരുണ്ടാകും. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് ഫോളോ ഇൻ ഇൻഫോർമേഷൻ ഇൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ? ഔദ്യോഗിക വിനിമയത്തിൽ വിവരങ്ങൾ കൈമാറുന്ന 3 രീതികൾ ഏതെല്ലാമാണ്? ആൻസർ വെർട്ടിക്കൽ, ലംബമായത്. ഹൊറിസോണ്ടൽ, തിരശ്ചീനമായത്. ഡയഗണൽ, വികർണമായത്. അടുത്ത നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പേര് എന്താണ്? ആൻസർ ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമായി പരക്കുന്ന വാർത്തകൾ, വിനിമയത്തിനാണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഡീൽസ് വിത്ത് ദ റോൾ ഓഫ് ടച്ച് ഇൻ കമ്മ്യൂണിക്കേഷൻ? വിനിമയത്തിൽ സ്പർശനത്തിൻ്റെ പങ്കിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ആൻസർ ഹാപ്റ്റിക്സ്. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് പ്രോക്സിമിക്സ്? പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോക്സിമിക്സ് എന്ന് പറഞ്ഞാൽ വിനിമയത്തിലെ ശാരീരിക അകലത്തെയാണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആൻസർ സ്റ്റഡി ദാറ്റ് ഡീൽസ് വിത്ത് ദ റോൾ ഓഫ് സ്പേസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൽ സ്ഥലത്തിൻ്റെ പങ്കിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം, അതാണ് പ്രോക്സിമിക്സ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ അതർ നെയിം ഫോർ പാരാ ലാംഗ്വേജ്? പാരാ ലാംഗ്വേജിൻ്റെ, അതായത് ശബ്ദ വ്യതിയാനങ്ങളുടെ മറ്റൊരു പേര് എന്താണ്? ആൻസർ വൊക്കാലിക്സ്. വൊക്കാലിക്സ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ ടോൺ, വോളിയം എന്നിവയിലൂടെയുള്ള ആശയവിനിമയത്തെയാണ്
വൊക്കാലിക്സ് എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, വാട്ട് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ഡീൽസ് വിത്ത് ദ റോൾ ഓഫ് ടൈം ഇൻ കമ്മ്യൂണിക്കേഷൻ? വിനിമയത്തിൽ സമയത്തിൻ്റെ പങ്കിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ആൻസർ ക്രോണമിക്സ്. ക്രോണമിക്സ് എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിൽ സമയത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് ക്രോണോമിക്സ് എന്ന് പറയുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ലിസ്റ്റ് എനി 3 ഫില്ലർ വേർഡ്സ് കോമൺലി യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും 3 ഫില്ലർ വാക്കുകൾ എഴുതുക. ആൻസർ ലൈക്ക്, അതൊക്കെ എഴുതാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓ, റൈറ്റ്സ്, സോ. അടുത്ത 10ാമത്തെ, വാട്ട് ഈസ് മിററിംഗ്? മിററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ സബ്റ്റിൽ ഇമിറ്റേഷൻ ഓഫ് സ്പീക്കേഴ്സ് ഗസ്റ്റേഴ്സ്. സംസാരിക്കുന്ന ആളുടെ ആംഗ്യങ്ങളെ സൂക്ഷ്മമായി അനുകരിക്കുക, അതിനാണ് മിററിംഗ് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഈ യൂണിറ്റിൻ്റെയൊക്കെ നോട്ട്സ് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ കൊടുത്തേക്കാം. നിങ്ങൾ നോട്ട്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.